ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും നമ്മുടെ പഴയ വീഡിയോ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു സാൽമൺ ഫിഷിങ്ങും പിന്നെ നമ്മുടെ ബ്ലഫേഴ്സ് പാർക്കിൻ്റെ ഏരിയൽ ഷോട്ടും ഒക്കെ. കണ്ടില്ലാത്തവർക്ക് നമ്മൾ ഇവിടെയോ അല്ലെങ്കിൽ ഈ കോർണറിലോ എവിടെയോ ലിങ്ക് വരും. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണണം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് അറിയിക്കാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. പിന്നെ നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ നമുക്ക് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടി. നമ്മൾ ഒത്തിരിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കി. അപ്പം നമ്മളും നമ്മുടെ മച്ചാനും കൂടി നമ്മൾ നയഗര ഫാൾസിൻ്റെ ഒരു കിടലൻ വ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാസ്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആളില്ലാത്ത സ്ഥലത്ത് പോയി മാസ്കൊക്കെ പോക്കറ്റ് ഇട്ടിട്ട് നിൽക്കുവാണ്. അപ്പം ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കോവിഡ് ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു മച്ചാനുണ്ട്. നമുക്ക് മച്ചാനെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവരും നോക്കൂ, ഇതാണ് നമ്മുടെ നന്ദൻ ബ്രോ, നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് കോവിഡിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ മാസ്ക് എല്ലാം റെഡിയാണ്. നമ്മൾ മാസ്ക് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ആളൊറിഞ്ഞ പ്രദേശത്തോട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക, എല്ലാവരും പ്രോപ്പറായിട്ട് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രോണിൻ്റെ സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ് ഫ്ലൈ ചെയ്യാൻ. ചേട്ടാ, നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ പോയി താഴത്തോട്ട് പോയി നിന്നിട്ട് ഫ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ അവിടെ ഫ്ലൈ ചെയ്യുമ്പം ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഇവിടെ ആകുമ്പോൾ ആരും വരുന്നില്ല, നല്ല കാമ്പാൻ പോയിട്ടാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫ്ലൈ ചെയ്യാം. ഒരു ജസ്റ്റ് വലിയ ദൂരമൊന്നുമില്ല, ഒരു 2-3 മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡ്രോൺ ഷോട്ടിലോട്ട് പോകാം.
മാസ്ക് ഒന്ന് താത്തി വയ്ക്കുകയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ടൊരു മൈക്കില്ല. അപ്പം നമ്മൾ പറയണത് പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയുക റെക്കോർഡ് ആവാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ഒന്ന് താത്തി വെച്ചത്. ഇപ്പം ബേസിക്കലി റോഡിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കോവിഡ് ശരിക്കും ഇവിടെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സീസണിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം. നല്ല കാം ആൻഡ് ക്വയറ്റാണ് സ്ഥലം. പിന്നെ നമ്മൾ ഡ്രോണിൻ്റെ ഷോട്ടൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ക്ലൈമറ്റൊക്കെ ചെക്ക് ചെയ്തു. കാര്യം നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമുക്ക് നല്ല സണ്ണിയാണ്. നമുക്ക് അടിപൊളി ഷോട്ടുകളൊക്കെ കിട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സേർട്ടൺ ഹൈറ്റ് വിട്ട് നമ്മുടെ ഡ്രോൺ പോയി കഴിയുമ്പോൾ നമുക്ക് സ്ട്രോങ് വിൻഡ് വാർണിംഗ് ഉണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അധികം താഴത്തോട്ടും വരാൻ പറ്റിയില്ല. കാരണം താഴത്തോട്ട് വരുമ്പോൾ മിസ്റ്റ് വന്ന് ക്യാമറയെ കവർ ചെയ്യുന്നു. പിന്നെ ഡ്രോണിൻ്റെ സിഗ്നലിന് ചെറിയ ട്രാൻസ്മിഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളൊരു സേർട്ടൺ എന്താ പറയുക അതിന് നമ്മൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈ നയാഗ്ര ഫാൾസ് ശരിക്കും പറഞ്ഞാൽ US-ഉം കാനഡയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പാർട്ട് കാനഡയുടെ സൈഡിൽ നിന്നും മറ്റേ പാർട്ട് US-ൻ്റെ സൈഡിൽ നിന്നുമാണ് ഒഴുകി വരുന്നത്. അപ്പം നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഈ എയർ സ്പേസിൽ, അതായത് ഈ US കാനഡയും കൂടെ ഷെയർ ചെയ്യുന്ന ഈ എയർ സ്പേസിൽ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യണമെങ്കിൽ അവരുടെ 2 ബോർഡർ സെക്യൂരിറ്റിയുടെ പെർമിഷൻ വേണമായിരുന്നു. നമ്മളത് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി. വലിയ എന്താ പറയുക പേപ്പറും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഓൺലൈനിൽ നമ്മുടെ ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള ഓതറൈസേഷൻ നമ്മൾ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ എന്താ പറയുക നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആണ്. നമുക്ക് ഇപ്പം നമ്മൾ കാനഡയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ US പോയി ലാൻഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമുക്ക് ലാൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത് അവിടുത്തെ ഒഫീഷ്യലിനെ അറിയിച്ച് അവരുടെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യണം. പിന്നെ എന്താ പറയുക നമുക്ക് എപ്പോഴും ഇവിടെ തന്നെ എന്താ പറയുക നമ്മൾ ഈ വീഡിയോ സർവൈലൻസ് ഒക്കെ പോലെ നമുക്ക് ഫുൾ ടൈം ഇവരുടെ തന്നെ എയർക്രാഫ്റ്റ് അല്ല ഹെലികോപ്റ്റർ സർവൈലൻസ് ഉണ്ട് ബോർഡർ സെക്യൂരിറ്റിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും. പിന്നെ എന്താ പറയുക നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പം എല്ലാം ബോർഡർ സെക്യൂരിറ്റിയുടെ സ്ക്രീനിങ് കൂടെ തന്നെ വേണം പോകാനായിട്ട്. പിന്നെ ഇപ്പോൾ അറിയാലോ കോവിഡ് സിറ്റുവേഷനാണ്. എസെൻഷ്യൽ ആയിട്ടുള്ളവർ മാത്രമാണ് ബോർഡർ ക്രോസ് ചെയ്യണത്. അല്ലാത്തവർക്ക് അനാവശ്യമായി ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പോയി അപ്പുറം പോയി ഒരു ചായ കുടിച്ചങ്ങ് വരാം. പക്ഷേ ഇപ്പോൾ എന്താ പറയുക എസെൻഷ്യൽ ആണെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സ്ട്രീറ്റിലൂടെ നമുക്ക് നല്ല ഭംഗിയാണ്. തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ കുറച്ചും കൂടെ തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നമുക്ക് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, കുറച്ച് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ വലിയൊരു സ്കൈ വീലുണ്ട്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങ് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നയാഗ്രയിലുള്ള സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഒരു തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 10-20 മിനിറ്റോളം നടന്നു. നല്ല വെയിലുണ്ട്. നമ്മൾ തണുപ്പാന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. തണുപ്പൊന്നുമില്ല. ഇപ്പോഴും ഫാളാണേലും നല്ല ചൂടാണ് പുറത്ത്. പിന്നെ തിരക്ക് കുറവാണ്. കോവിഡ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. പിന്നെ ഇവിടെ അടുത്ത് നമുക്കൊരു മലയാളി കടയുണ്ട്. മലയാളി ഫുഡ് കിട്ടും. അടിപൊളി പൊറോട്ടയും ബീഫും കഴിക്കാൻ ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. എന്നാലും അറിയത്തില്ല അവർ തുറന്നിട്ടുണ്ടോ, നമ്മളൊന്ന് പോയി നോക്കാം. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടിപൊളി കിടിലൻ വീഡിയോസ് കുറേ ഇനി വരാനുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. സിബിൻ ജോഷി സൈനിങ് ഔട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ വന്നു. ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ പീസ് ഔട്ട്.